വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടൊരു സ്നാക്കാണ്. നമ്മളെ മക്കൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പം കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ പഞ്ചസാര ഒന്ന് അലിയണത് വരെ നമുക്കൊന്ന് ഈ മുട്ട മിക്സ് ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം 2 ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഈ 2 ബ്രെഡ് നടുക്കായിട്ട് ഞാനൊരു ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നോർമലി അമൂലിൻ്റെ ചീസൊക്കെ അല്ലേ, അതുപോലത്തെ ഇത് കുറച്ച് ഉപ്പില്ല സൈസ് ചീസാണ്. നിങ്ങൾക്ക് ഉപ്പില്ലാത്ത ചീസും വേണമെങ്കിൽ എടുക്കാം. ഈ ഒരു ചീസിൻ്റെ ഷീറ്റ് ഞാൻ ഇതിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മറ്റേ ബ്രെഡും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ ഞാനൊരു 2 പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം 4 ബ്രെഡിൻ്റെ സ്ലൈസ് കിട്ടുന്നുണ്ട് നമുക്കിതിൽ നിന്ന്. അപ്പോൾ ഇതൊന്ന് മുറിച്ചൊന്ന് മാറ്റി വെക്കാം. അതുപോലെ തന്നെ മുട്ടയുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ഈ ഒരു ബ്രെഡ് എടുത്ത് എല്ലാ വശത്തേക്കൊന്നും ആക്കി കൊടുക്കാം. മുട്ടയുടെ ആ മഞ്ഞ പോർഷന് എല്ലാ വശത്തേക്കൊന്നും ആക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ബ്രെഡൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചൂടുള്ള പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപ്പില്ലാത്ത ബട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഉപ്പില്ലാതെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു ബ്രെഡ് ഇതിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഒരു ഭാഗം പൊരിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് മറ്റേ ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം പൊരിഞ്ഞ് വരുമ്പോഴേക്കും ആ ഉള്ളിൽ വെച്ച ചീസൊക്കെ ഒന്ന് മെൽറ്റായി നല്ലൊരു ബ്രെഡൊക്കെ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അവരൊക്കെ ഭയങ്കര വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്കാരും അതിൻ്റെ ഉള്ളത്തെ ചീസൊക്കെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.